നമസ്കാരം. പ്രധാന വാർത്തകൾ. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. 12 ഉപജില്ലകളിൽ നിന്നായി കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് 4000-ഓളം പ്രതിഭകൾ. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ മാർച്ച്. കായികോത്സവവുമായി സഹകരിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ നടന്നുവന്നിരുന്ന ബസ് സമരം പിൻവലിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസ് സമരം പിൻവലിച്ചത്. വില്ലേജ് ഓഫീസർ ഇല്ലാതെ ബുദ്ധിമുട്ടിലായി ജനങ്ങൾ. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് 2 മാസം പിന്നിട്ടു. വാർത്തകൾ വിശദമായി. റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കം. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പുതിയ വേഗവും ദൂരവും ഉയരവും തേടി 12 ഉപജില്ലകളിൽ നിന്നായി 4000-ഓളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിലും ഫീൽഡിലുമായി തീപിടിക്കും പോരാട്ടങ്ങൾക്കാണ് തുടക്കമായത്. രാവിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ മേളയ്ക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ മുൻ കായിക വകുപ്പ് മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ AC മൊയ്തീൻ കായികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക അധ്യാപകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും നയപരമായ വിഷയമായതിനാൽ സർക്കാർ അനുഭാവപൂർവമായ നടപടികൾ സ്വീകരിക്കുമെന്നും കായികമേളയുമായി അധ്യാപകർ പൂർണ്ണ മനസ്സോടെ സഹകരിക്കണമെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം, ആ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്നുകൂടി അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. സംഘടനാപരമായി നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ തരാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. 300 എന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ. മറ്റു നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അതൊരു സ്ഥിരം സംവിധാനമാക്കണം. ഇപ്പോഴുണ്ടായ പ്രൊട്ടക്ഷന് പുറമെ കായിക അധ്യാപകർക്ക് പരിഗണന വേണം, 300 എന്നത് സ്ഥിരമാക്കണം എന്നുള്ള കാര്യമാണ്. സർക്കാർ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. അതിനെക്കുറിച്ച് നയപരമായി തീരുമാനിച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പുതിയ പോസ്റ്റ് ക്രിയേഷനൊക്കെ ആവുമ്പോൾ LDF ചർച്ച ചെയ്യണം. അത്തരമൊരു ആവശ്യം കേരളത്തിന്റെ കായിക വളർച്ചയ്ക്ക് കൂടി അനിവാര്യമാണെന്ന് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും. സമയബന്ധിതമായി നമുക്ക് ഈ പരിപാടി പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ മേള നടത്താൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ കൂടി ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ, കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ, വാർഡ് കൌൺസിലർ ബിജു C ബേബി, ഡോക്ടർ സതീഷ് DJ, തൃശൂർ അക്കാദമിക് കോർഡിനേറ്റർ TM ലത, ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ PI റിസിയ, PTA പ്രസിഡന്റ് P വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആൺ-പെൺ വിഭാഗങ്ങളിൽ 98 ഇനങ്ങളിലാണ് മേളയിൽ ആകെ മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിവസം ജംപ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ എന്നിവയ്ക്ക് പുറമെ വിവിധ സ്പ്രിന്റ് ഇനങ്ങളിലും മത്സരം നടന്നു. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ ക്രോസ് കൺട്രി ആൺകുട്ടികളുടെ വിഭാഗത്തിലെ മത്സരം വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും, പെൺകുട്ടികളുടെ മത്സരം മരത്തംകോട് ബഹ്റൈൻ പാലസിന് മുന്നിൽ നിന്നും ആരംഭിക്കും. കാലാവസ്ഥ അനുകൂലമായതും കായിക അധ്യാപകർ പ്രതിഷേധത്തോടൊപ്പം മേളയുമായി സഹകരിച്ചതും സംഘാടകർക്ക് ആശ്വാസമായി. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും സംഘാടക സമിതി ചെയർമാൻ കൂടിയായ MLA AC മൊയ്തീൻ ഇടപെട്ട രംഗം ശാന്തമാക്കി.
രാവിലെ പതാക ഉയർത്തലിനും ഉദ്ഘാടന ചടങ്ങിനും തൊട്ടുമുൻപാണ് കായിക അധ്യാപകർ ട്രാക്കിൽ മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധ സമരം നടത്തിയത്. പതാക ഉയർത്തലിനും ഉദ്ഘാടന ചടങ്ങിനുമായി MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടും പ്രതിഷേധം തുടർന്നതോടെ ആശങ്ക ഉയർന്നു. സമരം മുൻകൂട്ടി കണ്ട് പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പ്രതിഷേധക്കാർ ട്രാക്കിനു പുറത്തേക്ക് പോവുകയായിരുന്നു. വിഷയം നയപരമായി പരിഹരിക്കേണ്ടതായതിനാൽ സർക്കാർ ഇടതുമുന്നണിയുമാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടി ഉണ്ടാകുമെന്നും MLA പ്രതിഷേധക്കാരെ അറിയിച്ചു. മേള സുഗമമായി നടക്കുമെന്ന് MLA CCTVയോടും പറഞ്ഞു. ഈ തസ്തികതയുമായി ബന്ധപ്പെട്ട് കായിക അധ്യാപകരുടെ വലിയ പ്രതിഷേധവും സമരത്തിന്റെ കഴിഞ്ഞ 12 ഉപജില്ലകളുടെ കായികമേളയിൽ നിറം കെടുത്തിയിരുന്നു. ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും തുടക്കത്തിൽ അവർ പ്രതിഷേധ മാർച്ചും സമരമായി മുന്നോട്ട് വന്നിരുന്നു. ഇത് ഈ 3 ദിവസത്തെ മേളയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഞാനിതിനെ കാണുന്നത് കായിക അധ്യാപകർ അവരൊരു ആവശ്യം ഉന്നയിക്കുന്നു. അത് അവർക്ക് ഉന്നയിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമുണ്ട്. കായിക മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണത്. എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ഒരു കളിക്കളമായിട്ടുണ്ട്. ഇനി കായിക അധ്യാപകരുടെ വിഷയം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ 2 സ്കൂളുകളെ ചേർത്ത് നിലവിലുള്ള അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് അത് തുടരണം, 300-1 എന്ന രീതിയിലാവണം എന്നാണ്. ഗവൺമെൻറ് ഈ കാര്യം അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് നയപരമായൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ എൻ്റെ കയ്യിലില്ല. കായിക മേഖലയ്ക്ക് വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ സ്കൂളുകളിൽ നിന്ന് അതിൻ്റെ ചെറുപ്രായത്തിൽ നിന്ന് അത് തുടങ്ങണം. അതാണ് സ്പോർട്സ് ഒളിമ്പിക്സ് എന്നുള്ള പേര് തന്നെ കൊടുത്തത്. അങ്ങനെ ഒരു പേര് കൊടുത്ത കാര്യത്തിൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി അവരുന്നയിക്കുന്ന മാത്രമല്ല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് കായിക അധ്യാപകരുണ്ടാവണമെന്ന്. ആ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ അവർ ഉന്നയിച്ചതാണ്. ആ കാര്യത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും മന്ത്രിയുടെയും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ പെടുത്തും. കായികോത്സവവുമായി സഹകരിക്കുമെന്നും എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമര ഭീഷണിക്ക് നടുവിലാണ് കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കായികോത്സവം തുടക്കമായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 12 ഉപജില്ലകളിലെയും കായിക മേളകളിൽ പലയിടത്തും പല തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ ഇവർ പറയും. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? തങ്ങളുടെ കുട്ടികളോടൊപ്പം കായികാധ്യാപകർ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കായികാധ്യാപകരും ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇതൊരു സമരമല്ല, ഇതൊരു സമരമുറയല്ല. ഇത് മേളകൾ നടത്തിക്കൊടുക്കുന്നതിൽ നിന്നും കായികാധ്യാപകർ ഒന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. കേരളത്തിൽ 40 ലക്ഷത്തോളം കുട്ടികൾ ഉണ്ടായിരിക്കെ ആകെ 1600ഓളം കായികാധ്യാപകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പലരുടെയും തസ്തിക നഷ്ടപ്പെട്ടുകൊണ്ട് വംശനാശം സംഭവിക്കുന്ന ജീവികളെ പോലെ കായികാധ്യാപകർ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കായികമേളയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. നിർഭാഗ്യവശാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു കായികാധ്യാപകൻ പോലുമില്ല, മരുന്നിന് പോലുമില്ല. നമ്മുടെ കുട്ടികളെ കൂടെ നിൽക്കുവാനാണ് ഓരോ കായികാധ്യാപകരും ഇവിടെ ആഗ്രഹിക്കുന്നത്. നിർബന്ധിതമായിട്ടുള്ള ഡ്യൂട്ടി നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പമല്ല ഈ മേളയോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ കായികമേള തടയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നയമേയല്ല, ഇതൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരികളുടെ കണ്ണു തുറക്കാനായിട്ട് ഈ ഒരു വിട്ടുനിൽക്കൽ കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. 12 വിദ്യാഭ്യാസ ഉപജില്ലകളെ പ്രതിനിധീകരിച്ച 12 കായിക അധ്യാപകർ കറുത്ത തുണികൊണ്ട് വായ മൂടിക്കെട്ടി നിരാഹാര സമരവും നടത്തിവരുന്നുണ്ട്. നിസ്സഹകരണ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുണ്ടാകേണ്ട ഉപജില്ലാ തലത്തിലുള്ള കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ദീപശിഖ തെളിയിക്കലും നടന്നില്ല. തസ്തിക പുനർനിർണയം ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി കായിക അധ്യാപകർ നിസ്സഹകരണ സമരം നടത്തുന്നത്. ജില്ലാ കായികമേളയ്ക്ക് മുന്നോടിയായി നടന്ന ഉപജില്ലാതല മത്സരങ്ങൾ പലയിടത്തും താളം തെറ്റിയിരുന്നു. വലിയ പരാതികളും ആക്ഷേപങ്ങളുമാണ് ഉയർന്നിരുന്നത്. എന്നാൽ ജില്ലാ കായികമേളയുടെ നടത്തിപ്പിനെ ബാധിക്കാത്ത വിധം വിഷയം പരിഹരിക്കാൻ സംഘാടകർക്കായത് ആശ്വാസമായി. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് ട്രാക്കിൽ മിന്നും പ്രകടനം നടത്തിയവർ കയ്യടി നേടി. കാഴ്ചപരിമിതിയുള്ള അണ്ടർ 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ പെൺ വിഭാഗം കുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കമായത്. അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാടാനപ്പള്ളി KNMVHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ദിബിൻ ദേവ് സ്വർണം നേടി. സഹപാഠി VR ശ്രീഹരി ഗൈഡ് റണ്ണറായി. അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അന്തിക്കാട് BRCയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ PS അഭിനന്ദ 1ാം സ്ഥാനത്തെത്തി. പെരിങ്ങോട്ടുകര GHSSലെ പ്രിയ പ്രതീഷ് ഗൈഡ് റണ്ണറായി.
14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എരുമപ്പെട്ടി GHSലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ES സച്ചിൻ സ്വർണം നേടി. സഹപാഠി വിഷ്ണു CB ഗൈഡ് റണ്ണറായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടകര GHSലെ ഏഞ്ചൽ മരിയ ഷിജു സ്വർണം കരസ്ഥമാക്കി. സഹപാഠി ലാവണ്യ ഗൈഡ് റണ്ണറായി. ഇവർക്കുള്ള മെഡൽ AC മൊയ്തീൻ MLA സമ്മാനിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിനായി സ്ഥിരം ഫ്ലഡ് ലൈറ്റ് സംവിധാനം സജ്ജമാക്കാൻ ജനറേറ്റർ സഹിതം 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് AC മൊയ്തീൻ MLA CCTVയോട് പറഞ്ഞു. വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ടോയ്ലറ്റ് ബ്ലോക്കും പുതുതായി ഒരുക്കും. നിലവിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നീട് വേണ്ടിവരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ പൂർത്തീകരിക്കും എന്നും AC മൊയ്തീൻ പറഞ്ഞു. നിലവിൽ ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ തന്നെ നടത്താനുള്ള രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയം പരിപാലനത്തിന്റെ കാര്യത്തിൽ ഗൌരവകരമായ ഇടപെടലുണ്ടാകും. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ നീന്തൽക്കുളത്തിന് ഉള്ള കാര്യം കൂടി പരിഗണിക്കും. ഇരിപ്പിടങ്ങൾക്കുള്ള സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും MLA പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകളിലൊന്നാണ് കുന്നംകുളത്തുള്ളത്. ശ്രീ AC മൊയ്തീൻ കായിക മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ എത്തിച്ചേർന്നത്. ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പലതും പൂർത്തീകരിക്കാനുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അതോടെ ചോദിക്കാം, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും? തൃശ്ശൂർ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്ത് ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 100-ലധികം കുട്ടികൾ സ്കൂളിലുണ്ട്. അവരുടെ ഹോസ്റ്റൽ കെട്ടിടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ രാത്രിയിൽ കൂടി മത്സരം നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് വേണം. അതിനിപ്പോൾ 2 കോടി രൂപ അനുവദിച്ചു. ഇന്നലെ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുക്കാൻ സ്പോർട്സ് എഞ്ചിനീയർമാർ വന്നിരുന്നു. അത് പൂർത്തീകരിക്കും. ജനറേറ്റർ സഹിതമാണ്. പിന്നെ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരും. പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഇനി കൂടുതലായി വേണ്ടി വരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്റ്റേഡിയം തയ്യാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി ഗൗരവപൂർവ്വം പരിപാലനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടലുണ്ടാവും. നീന്തൽക്കുളം അപ്പുറത്തെ ഭാഗത്തുള്ള ഇരിപ്പിടം അത്തരം കാര്യങ്ങളിലേക്ക് അതെ, അതാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നീന്തൽക്കുളത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ അത് ഉണ്ടാവുള്ളൂ. ഈ വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല. പിന്നെ ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള ഗാലറി അത് അടിയന്തരമായി അപ്പുറത്തെ സൈഡിൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും കുറേ പേർക്ക് കൂടിയിരിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പുറത്ത് ചെയ്യും. അതിന്റെ പ്രാഥമിക കാര്യം കഴിഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അതിന്റെ പണം അവിടെ ഇല്ലാച്ചെങ്കിൽ MLA ഫണ്ട് എന്തെങ്കിലും കൊടുത്തായി ചെയ്യിക്കും. അതുപോലെ തന്നെ ഈ ഗാലറിക്ക് കവറിടാൻ ഇപ്പോൾ അത് താൽക്കാലിക പന്തലാണ്. മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഗാലറിക്ക് മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. സംസ്ഥാന കായികമേളയിൽ തൃശൂർ വലിയ മുന്നേറ്റം നടത്തുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗെയിംസിൽ തൃശൂരിന് ആധിപത്യം എല്ലാ കാലത്തുമുണ്ട്. ട്രാക്കിലും ഫീൽഡിലും മികവിലേക്ക് പടിപടിയായി തൃശൂർ മുന്നേറും. കായിക അധ്യാപകർ നടത്തുന്ന പ്രതിഷേധം മേളയെ ബാധിക്കില്ലെന്നും പോൾവാൾട്ട് പോലുള്ള മത്സരങ്ങളിൽ പല സ്കൂളിലും നിലനിൽക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം പരിഹരിക്കാൻ സാധിക്കും വിധം ഇടപെടൽ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. നല്ല പ്രതീക്ഷയാണ്. ഇപ്പോൾ ഈ നിസ്സഹകരണ സമരത്തിൻ്റെ ഇടയിൽ നമ്മൾക്കിപ്പോൾ ഗെയിംസ് മത്സരത്തിൽ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും നമുക്ക് 1ാം സ്ഥാനം തന്നെ വന്നിട്ടുണ്ട്. അത് തന്നെ വളരെ പോസിറ്റീവാണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് മത്സരത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഗെയിംസ് ഇനത്തിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ അത്ലറ്റിക് മത്സരത്തിലാണെങ്കിലും. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ നടത്തി വന്നിരുന്ന ബസ് സമരം പിൻവലിച്ചു. ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയെ തുടർന്ന് ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബസ് സമരം തുടർന്ന് വന്നിരുന്നത്. വ്യാജ പരാതിയാണ് എന്ന് ആരോപിച്ചായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രതിഷേധം. തുടർന്ന് ഇന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ബസ് സമരം പിൻവലിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ. വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ, തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലുള്ള ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഉച്ച മുതലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത്. ഇതേ തുടർന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ വലിയ
പണം കൊടുത്ത് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ എരുമപ്പെട്ടിയിലെ വാട്സപ്പ് കൂട്ടായ്മയായ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന ഗ്രൂപ്പാണ് വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നും സ്കൂളിലെത്തിക്കാൻ രംഗത്തെത്തിയത്. വാഹനങ്ങൾ സൗജന്യമായി വിട്ടുനൽകി വാഹന ഉടമകൾ മാതൃകയായിരിക്കുകയാണ്. അനീഷ് ഷാദൂർ, ജിനു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിലെത്തിച്ചു. വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു. ജനങ്ങൾ ദുരിതത്തിൽ. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് 2 മാസം പിന്നിട്ടു. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ജനങ്ങൾ വലയുന്നു. പഞ്ചായത്തിൽ കണ്ടാണിശ്ശേരി, ആളൂർ എന്നീ 2 വില്ലേജുകളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ സംവിധാനം വഴി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഓഫീസിൽ നേരിട്ടെത്തിയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും റവന്യൂ വകുപ്പ് അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ്. ഓഗസ്റ്റ് 8-നാണ് ആളൂരിലെ വില്ലേജ് ഓഫീസർ തൃശൂർ താലൂക്കിലേക്ക് സ്ഥലം മാറ്റം കിട്ടി മാറിപ്പോയത്. പിന്നീട് പാവർട്ടി സ്വദേശിയെ ആളൂർ വില്ലേജ് ഓഫീസറായി ചുമതല നൽകിയെങ്കിലും താലൂക്ക് ഓഫീസിലെത്തി ചാർജ് എടുത്ത ശേഷം ലീവിൽ പ്രവേശിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചതിനെ തുടർന്നാണ് ചാർജ് എടുത്ത ഓഫീസർ അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രതിദിനം 25ഓളം അപേക്ഷകൾ നേരിട്ടും ഓൺലൈനായും എത്തുന്ന വില്ലേജിൽ 2 മാസത്തിലേറെയായി നാഥനില്ലാത്ത സ്ഥിതിയാണുള്ളത്. വിവിധ വില്ലേജ് ഓഫീസർമാർക്ക് മാറി മാറി ചുമതല കൊടുക്കുന്നുണ്ടെങ്കിലും പലരും ഓഫീസിൽ എത്തുന്നത് പോലുമില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. റവന്യൂ വകുപ്പിന്റെ നിസ്സംഗതയെ തുടർന്ന് പഞ്ചായത്ത് നിവാസികൾ RDO ഉൾപ്പെടെയുള്ളവർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആളൂരിലേക്ക് ഒരു വില്ലേജ് ഓഫീസർ ഇനി എന്നെത്തുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് അധികാരികൾ മറുപടി പറയേണ്ടതുണ്ട്. കുന്നംകുളം നഗരസഭ വിവിധ വാർഡുകളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനങ്ങളായി. വ്യാഴാഴ്ച ഉച്ചയോടെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് വാർഡുകൾ സംവരണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർഡുകൾ നിശ്ചയിച്ചത്. 37 വാർഡുകൾ ഉണ്ടായിരുന്നത് 2 എണ്ണം വർദ്ധിപ്പിച്ച് 39 ആക്കിയിട്ടുണ്ട്. കുന്നംകുളം നഗരസഭയിൽ ഇത്തവണ 17 വാർഡുകൾ വനിതാ സംവരണമാണ്. 35, 19, 21 വാർഡുകൾ SC വാർഡുകളും 26-ാം വാർഡ് ചീരംകുളം, 32 തെക്കൻ ചിറ്റഞ്ഞൂരും പട്ടികജാതി ജനറൽ വാർഡുകളും മറ്റ് 17 വാർഡുകൾ ജനറലുമാണ്. അടുത്ത ആഴ്ച മുതൽ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നടക്കേണ്ട കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് മാറ്റിയതായി AO എ മൊയ്തീൻ അറിയിച്ചു. ജില്ലാ ശാസ്ത്രമേള ചാവക്കാട് നടക്കുന്നതിനാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റമെന്ന് AO CCTVയോട് പറഞ്ഞു. കുന്നംകുളം ഉപജില്ലാ കായികമേള സമാപന ദിവസത്തിൽ തർക്കമുണ്ടായ റിലേ മത്സരവുമായി ബന്ധപ്പെട്ട പരാതി ഇരു വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കാണിച്ച് പരിഹരിച്ചതായും എരുമപ്പെട്ടിക്ക് ഈ ഇനത്തിൽ 1ാം സ്ഥാനവും ഓവറോൾ കിരീടവും ജില്ലാ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചതായും AO കൂട്ടിച്ചേർത്തു. ഉപജില്ലാ കലോത്സവം നമുക്ക് ശാസ്ത്രമേള ജില്ല ചാവക്കാടാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല മേളകളും നടക്കുന്നത് കൊണ്ട് ആ ഡേറ്റ് സൗകര്യപ്രദമായ ഡേറ്റ് എന്നുള്ള നിലക്ക് നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് സംഘാടക സമിതി യോഗം കൂടിയിരുന്നു. ആ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടുണ്ട്. നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയും തൃശൂർ മൈൻഡ് ഷിഫ്റ്റ് കൌൺസിലിംഗ് സെന്ററുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാരായ സ്റ്റെനി, ഡേവിസ്, നിത്യനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. യുവധാര പ്രസിഡന്റ് PV ലിസ്റ്റൻ അധ്യക്ഷനായി. സെക്രട്ടറി ഗബ്രിയേൽ B കാക്കശ്ശേരി, ജൂനിയർ കോർഡിനേറ്റർ CV അരുൺ എന്നിവർ സംസാരിച്ചു. തായ്ക്കൊണ്ടോ ജില്ലാതല മത്സര വിജയി ധനശ്രീ ലിജീഷ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആത്മിക ലിയോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ജീർണാവസ്ഥയിലായിരുന്ന സ്റ്റേജ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ബാബു M പാലിശ്ശേരിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജ് കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത്. മേൽക്കൂരയുടെ ഷീറ്റുകൾ മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിന്റെയും ബാത്റൂമിന്റെയും തകർന്ന വാതിലുകളും ജനലുകളും മാറ്റി സ്ഥാപിച്ചു. ചുറ്റും കട്ട വിരിച്ച് മനോഹരമാക്കുകയും തെരുവുനായ്ക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം ഒഴിവാക്കാൻ സ്റ്റേജിന് ആവശ്യ സമയത്ത് നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള ഗേറ്റും സ്ഥാപിച്ചു. മുൻ MLA ബാബു M പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാമ്പത്തിക വർഷം നമുക്ക് അതിനെ നീക്കിവെക്കേണ്ടി വന്നു.
വളരെ സന്തോഷം ഉണ്ട്. ഈ സ്റ്റേജിൻ്റെ പണി തീർത്ത് കഴിയുമ്പോൾ നമ്മൾ അന്ന് ആ ഫുട്ബോൾ പ്രേമികളോട് പറഞ്ഞ ഒരു വാക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതിലുപരിയായി ബാബു എം പാലിശ്ശേരി MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ സ്റ്റേജിൻ്റെ നിർമ്മാണം ഉണ്ടായത്. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, ഹെഡ് മിസ്ട്രസ് മേഴ്സി മാത്യു, PTA അംഗം അലി കോട്ടോൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറി ഇൻചാർജ് രജിത ടീച്ചർ ഏറ്റുവാങ്ങി. ഈ ഭരണ കാലയളവിൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിന് 1 കോടിയോളം രൂപ അനുവദിച്ച പത്മ വേണുഗോപാലിനെയും സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പഞ്ചായത്ത് മെമ്പർ ഷാജൻ മാസ്റ്ററെയും സ്കൂൾ PTA ഉപഹാരം നൽകി ആദരിച്ചു. വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് യൂണിയൻ INTUC സംസ്ഥാന വ്യാപകമായി നടത്തിയ കരിദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഡിവിഷനിൽ പ്രതിഷേധ കരിദിനം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബി കുട്ടി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV ഗീവർ, കുന്നംകുളം റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, KSEB അസോസിയേഷൻ ഭാരവാഹികളായ സുരേഷ്, ആൻഡോ, ജോർജ്, ടിജേഷ്, ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ വികസന സദസ്സ് ഒക്ടോബർ 18-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 11-ന് ഗുരുവായൂർ നഗരസഭ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിൽ നടക്കുന്ന വികസന സദസ്സിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. മണലൂർ MLA മുരളി പെരുന്നല്ലി മുഖ്യാതിഥിയാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുൻ MLA KV അബ്ദുൽ ഖാദർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. തുടരുന്ന വികസനം വളരുന്ന ഗുരുവായൂർ എന്ന ലക്ഷ്യത്തോടെ നാളത്തെ ഗുരുവായൂരിന്റെ വികസനത്തിനാവശ്യമായ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുവാനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാനാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A സായിനാഥൻ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, MM ഷഫീർ, AS മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് NSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജറും അഞ്ഞൂർ ദിവ്യദർശൻ ഡയറക്ടറുമായ ഫാദർ ജോസഫ് താഴത്തേതിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം ഡോക്ടർ വിനുവിന്റെ നേതൃത്വത്തിലാണ് രക്തദാനം നടത്തിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് സംസാരിച്ചു. ഈ വർഷം 18 വയസ്സ് പൂർത്തിയായ NSS വളണ്ടിയേഴ്സും സ്കൌട്ട് ഗൈഡ് കുട്ടികളും രക്തദാനം നടത്തി. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പെലക്കാട്ട് പയ്യൂർ കോളങ്ങാട്ട് പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും 73-ാം ഖാദ്രിയ റാത്തിബ് വാർഷികവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് മഹല്ല് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 120 വർഷമായി മഹലിന്റെ ആത്മീയ കേന്ദ്രമായി നിലകൊണ്ട കോളങ്ങാട്ട് പുത്തൻപള്ളി കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ നവീകരണം പൂർത്തിയാക്കി. മഹല്ല് നിവാസികളുടെയും വിശ്വാസികളുടെയും സഹായത്താൽ നവീകരണം പൂർത്തിയാക്കിയ മസ്ജിദിന്റെ ഉദ്ഘാടന ചടങ്ങിന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30-ന് ഘോഷയാത്രയോടെ തുടക്കമാകും. സമസ്ത കേന്ദ്ര മുശാഫറ അംഗം അബ്ദുസലാം ഭാഗവി മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ചേരുന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് EK ഹംസ ഹാജി അധ്യക്ഷത വഹിക്കും. അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും. മതനേതാക്കളും ജനപ്രതിനിധികളും സമീപ മഹല്ലുകളിലെ ഖത്തീബുമാരും ചടങ്ങിൽ സംബന്ധിക്കും. മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ MJ ജംഷീദിനെ ചടങ്ങിൽ ആദരിക്കും. മസ്ജിദിൽ 73 വർഷം മുൻപ് EK ഉമ്മർ ഹാജി സ്ഥാപിച്ച് മാസം തോറും നടത്തിവരുന്ന ഖാദ്രിയ റാത്തീബിന് ശനിയാഴ്ച രാത്രി 9 മണിക്ക് തുടക്കമാകും. EK ഉമറുൽ ഫാറൂഖ് നൂറാനി, EK അഹമ്മദുൽ കബീർ റിഫായി, EK അലിമൂർ തള ആസനി, മഹല്ല് ഖത്തീബ് അലി അക്ബർ ഫൈസി അബ്ദുൽ ഗഫൂർ അൻസരി, മുഹമ്മദ് സാലിം സഖാഫി, അഷ്റഫ് അഷ്റഫി തുടങ്ങിയവർ ഖാദ്രിയ റാത്തീബിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 11:30 വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. മഹല്ല് ഭാരവാഹികളായ EK ഹംസ ഹാജി, EI ഹംസ, PR റഹീം, TS സിദ്ദിഖ്, MH ഷദീദ്, MJ ജംഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവംബർ 4 മുതൽ 7 വരെ എടക്കഴിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഉപജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും ലോഗോ ക്ഷണിക്കുന്നു.
വിദ്യാർത്ഥികൾ A4 ഷീറ്റിൽ വരച്ച് തയ്യാറാക്കിയ ലോഗോ അതാത് സ്കൂളിലെ പ്രധാന അധ്യാപകനെ ഒക്ടോബർ 22 ബുധനാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണെന്ന് ചാവക്കാട് AEO VB സിന്ധു, പബ്ലിസിറ്റി കൺവീനർ നജീബ് മാസ്റ്റർ എന്നിവർ അറിയിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നേട്ടം 2025 എന്ന പേരിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖാലിദ് പനങ്ങാവിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. തൊഴിൽമേളയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 7 തൊഴിൽദാതാക്കളും 140 ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. 104 ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 73 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. കമ്മ്യൂണിറ്റി അംബാസിഡർ ശ്രുതി നന്ദി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് 3ാം കുടുംബസംഗമം അമ്പലപ്പുരത്ത് ചേർന്നു. യോഗം ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. കായംപുരത്ത് പുഷ്പാഗതൻ സ്വാഗതവും K ശ്യാമളകുമാരി നന്ദിയും പറഞ്ഞു. മെഡിസിപ്പ് ചികിത്സ സൗജന്യമാക്കി മാറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ, സംസ്ഥാന കൌൺസിലർ TT ബേബി, KS കറിയ, MK ശാന്ത, CL പിയൂസ് എന്നിവർ സംസാരിച്ചു. ആത്മ 2025-26 കപ്പാസിറ്റി ബിൽഡിംഗ് പദ്ധതി പ്രകാരം കടവല്ലൂർ കൃഷിഭവൻ പരിധിയിലുള്ള നെൽ കർഷകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊരട്ടിക്കര പാടശേഖരത്തിൽ നടന്ന പരിശീലന പരിപാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ പദ്ധതി വിശദീകരിച്ചു. പാടശേഖര സമിതി അംഗങ്ങളായ ഘോഷ് കുമാർ, വാസു വലിയപുരയ്ക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കിയ ക്രോപ്പ് ബൂസ്റ്ററിന്റെ ഗുണങ്ങളെക്കുറിച്ചും നെല്ലിൽ ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും തൃശൂർ മാർക്കറ്റിംഗ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത് ഗോവിന്ദ് പരിശീലനം നൽകി. കൃഷി അസിസ്റ്റന്റുമാരായ രാധിക, റോണി ചീരൻ, ശ്രീദേവി, സ്റ്റെല്ല, മറ്റ് പാടശേഖര സമിതി സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. വേരുകളുടെ വേഗത്തിലുള്ള വളർച്ചയെ സഹായിക്കുന്നതോടൊപ്പം വിളയുടെ ഗുണമേന്മ, തിളക്കം, ഭാരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നതാണ് പുതിയ സാങ്കേതികവിദ്യ. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് നാഗക്കാവുകളിൽ പ്രത്യേക പൂജകൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൽ കൈലാസം പരികർമ്മിയായി. ദേവസ്വം ജീവനക്കാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി K ചന്ദ്രദാസ്, പൂരകമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത്ത്, കോമരം മാരാത്ത് വാസുദേവൻ, മുൻ സെക്രട്ടറി രാജു മാരാത്ത്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചമനൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി തത്തമംഗലം മന നാരായണൻകുട്ടി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ പണ്ടാരപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുപ്പളയിൽ, ഖജാൻജി പുഷ്പാകരൻ പാറക്കാട്ട്, മറ്റ് ക്ഷേത്രഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കാർലി വടക്കുംപാട്ടുമന നാഗശിവക്ഷേത്രത്തിൽ രാവിലെ വടക്കുംപാട്ടുമനയിലെ ഗോവിന്ദൻ നമ്പൂതിരി, പശുപതി നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിവിധ പൂജകളും പ്രാർത്ഥനകളും നടന്നു. പാലും നൂറും സമർപ്പണം, പായസഹോമം, വിശേഷ സർപ്പപൂജ, കദളിപ്പഴവും നെയ്വിളക്കും, നാവോറുപാട്ട്, വിശേഷ തട്ട് നിവേദ്യം തുടങ്ങിയ പ്രധാന വഴിപാടുകൾക്കായി വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദകൂട്ടിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പോർക്കളങ്ങാട് മണികണ്ഠ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മഞ്ഞളാടലും സർപ്പപൂജയും ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ കീഴ്ശാന്തിയുമായ തേലമ്പറ്റ മനയ്ക്കൽ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 400ഓളം ഭക്തർ സന്നിഹിതരായ ചടങ്ങുകൾക്ക് മണികണ്ഠ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് CR ജിതിൻ രാജ്, സെക്രട്ടറി KP അഭിജിത്ത്, ട്രഷറർ MK നിവേദ്, കീഴ്ശാന്തി മധുമഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രശസ്ത നാദസ്വര കലാകാരൻ സിവിൻ ചൊവ്വലൂർപ്പടിയുടെ നാദസ്വര കീർത്തനങ്ങൾ മഹോത്സവത്തിന് മാറ്റുകൂട്ടി. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. പുതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി പട്ളയില്ലത്ത് രമേശ് ഭട്ടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത ആയില്യദിന മഹോത്സവത്തിന് ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി.
ചുമട്ടുതൊഴിലാളി നിയമവും ക്ഷേമനിധി ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുക, തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ESI പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് CV തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ, TP ഷൌക്കത്ത് അലി, KS ലിതീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയ ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ഭാരവാഹികളായ CA അബ്ദുറസാഖ്, CK ഫ്രാൻസിസ്, MK നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ടി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വിഭാവനം ചെയ്ത കദളിവനം കദളിവാഴ കൃഷിയുടെ നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM ഷെഫീർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, വാർഡ് കൌൺസിലർ അജിത ദിനേശൻ, കൌൺസിലർ PK നൌഫൽ, പ്രധാന അധ്യാപിക സിസ്റ്റർ നോയൽ, സിസ്റ്റർ മദർ സുപ്പീരിയർ ഷൈനി മരിയ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭി എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തി 25 ക്ലസ്റ്ററുകളിൽ 5000 കദളിവാഴകളാണ് കൃഷിക്കായി ഒരുക്കിയിട്ടുള്ളത്. CCC ഗുരുവായൂരിന്റെ 55ാം വാർഷികം ശനിയാഴ്ച നടക്കും. ദർശനം 2025 എന്ന പേരിൽ സ്മരണിക പ്രകാശനം, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, നാടകം തുടങ്ങി വിപുലമായാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുക. ഒക്ടോബർ 18 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടികൾ നടത്തുക. NK അക്ബർ MLA, മുൻ MLA KV അബ്ദുൽ ഖാദർ, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, നാടക കലാകാരൻ CG സുനിൽകുമാർ, വാർഡ് കൌൺസിലർ KP റഷീദ്, നടൻ ശിവജി ഗുരുവായൂർ, കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി തുടങ്ങി സമുന്നത വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. CCC ഗുരുവായൂർ നേതൃത്വത്തിൽ ഞാറ്റുപാട്ട്, നാടകം അവതരണവും ഉണ്ടാകും. കരിക്കാട് അൽ അമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് ഷാസ് ഷമീമിന് പത്രം നൽകിക്കൊണ്ട് പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകൻ PC മൊയ്തു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ, മാധ്യമം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീൻ, CDO അബ്ദുൾ റസാഖ്, മീഡിയ 1 കോർഡിനേറ്റർ AK അബ്ദുൽ കരീം, സ്കൂൾ മാനേജർ MA അബൂബക്കർ മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ ദിനാചരണം നടത്തി. ഭക്ഷണ പദാർത്ഥത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യദിനം ആചരിച്ചു. ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, പോഷകാഹാരം ലഭ്യമാക്കുക, സുസ്ഥിര ഭക്ഷ്യ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണം ലക്ഷ്യമാക്കുന്നതെന്ന് പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ആവശ്യകത എന്നിവ വ്യക്തമാക്കുന്ന പ്രസംഗം, സ്കിറ്റ്, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, അധ്യാപകരായ PN പ്രീതി, C ലതിക, വിനി വിൽസൺ, VTV ചിരൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. നാട്ടുരുചി 2025 എന്ന പേരിൽ നാടൻ പലഹാരങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വിവിധതരം അപ്പങ്ങൾ, പുട്ടുകൾ, അടകൾ, കൊഴുക്കട്ട തുടങ്ങി ആവിയിൽ വേവിച്ചതും ചുട്ടെടുത്തതുമായ പലഹാരങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. നാടൻ ഭക്ഷണങ്ങളുടെ പോഷകമൂല്യങ്ങളെക്കുറിച്ചും നല്ല ഭക്ഷണശീലങ്ങളെക്കുറിച്ചും പ്രധാനാധ്യാപിക KB ബേബി കുട്ടികളോട് വിശദീകരിച്ചു. കൺവീനർ സഫീന ഹംസ, അധ്യാപകരായ NA ഹസീന, CS ബിന്ദു, M റസീന, ഫെമിഷ, വിദ്യ, മുംതാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ്സ് റൂം, രണധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കുന്നംകുളം ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാട്ടകാമ്പാൽ EMLP സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി 95 39 17 76 77 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അണ്ടത്തോട് തക്വ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എക്സ്പ്ലോറക്സ് 2K25 എന്ന പേരിൽ സയൻസ് ഫെയർ സംഘടിപ്പിച്ചു. തൗഫീഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ TM പരീദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൂറുദ്ദീൻ അധ്യക്ഷനായി. ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ്,
തഗ്വ അഡ്മിനിസ്ട്രേറ്റർ PA അഷ്റഫ് മണ്ണഞ്ചേരി, അറബിക് കോളേജ് പ്രിൻസിപ്പൽ ജസീൽ റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു. സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതശാസ്ത്രം, വർക്ക് എക്സ്പീരിയൻസ്, IT, ഭാഷ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾ അറിവും കൗതുകവും പകർന്നു. പ്രിൻസിപ്പൽ അബ്ദുൽ കരീം മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ രാജു ടീച്ചർ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 193 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. 12 ഉപജില്ലകളിൽ നിന്നായി കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് 4000-ഓളം പ്രതിഭകൾ. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ മാർച്ച്. കായികോത്സവവുമായി സഹകരിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ നടത്തിവന്നിരുന്ന ബസ് സമരം പിൻവലിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസ് സമരം പിൻവലിച്ചത്. വില്ലേജ് ഓഫീസറില്ലാതെ ബുദ്ധിമുട്ടിലായി ജനങ്ങൾ. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വില്ലേജിൽ ഓഫീസറില്ലാതായിട്ട് 2 മാസം പിന്നിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.